ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് MA ഷഹനാസ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി പറയുകയാണ്. MA ഷഹനാസ് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഷാഫി പറമ്പിൽ എന്ന അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു. ഗൗരവമാണത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഷാഫി പറമ്പിലിനാകില്ല അല്ലേ? തീർച്ചയായും ഒരു നേതാവ് തന്നെ, കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു നേതാവ് പറയുമ്പോൾ, അതും ഷാഫി പറമ്പിൽ, നമ്മൾ തുറക്കം മുതലേ പറഞ്ഞു രാഹുലിന് കൂട്ടു നിൽക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഷാഫി പറമ്പിൽ തന്നെ ഈ കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. അത് എപ്പോഴായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷക സമര സമയത്ത് ദില്ലി പോയി തിരിച്ചു വന്നപ്പോഴായിരുന്നു രാഹുൽ മോശം സന്ദേശം അയച്ചത്. ആ സന്ദേശത്തെ പറ്റിയായിരുന്നു അവർ പറഞ്ഞു വെക്കുന്നത്. ആ സന്ദേശത്തെ പറ്റിയായിരുന്നു ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ. മാത്രമല്ല, ഷാഫി പ്രസിഡന്റായി ഇരിക്കുമ്പോൾ സ്ത്രീകൾക്ക്, ക്ഷമിക്കണം, ഷാഫി പ്രസിഡന്റായി ഇരുന്ന ഘട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി, അതായത് മീൻസ് സംസ്ഥാന ഭാരവാഹി, പെൺകുട്ടി എന്ന് പറഞ്ഞുകൂടാ, MA ഷഹനാസ് എന്ന കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ്, സംസ്ഥാന ഭാരവാഹി, അന്നത്തെ പ്രസിഡന്റായിരുന്ന ഈ ഷാഫി പറമ്പിലിനോട് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റായി വരുന്ന ഘട്ടത്തിൽ പോലും ഇത് മുന്നറിയിപ്പായി നൽകി. ഇവിടെ സ്ത്രീകളുണ്ട്, അവർക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നമുക്ക് ഇതിൻ്റെ സമഗ്രമായ വിവരങ്ങളിലേക്ക് പോകാം. MA ഷഹനാസിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം പോകാം, വാക്കുകളിലേക്ക്. ഒരുപാട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള, കോൺഗ്രസിലടക്കമുള്ള, മഹിളാ കോൺഗ്രസിലടക്കമുള്ള സ്ത്രീകൾക്ക് വ്യക്തമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി. ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ MLAയോട് അന്ന് ഞാൻ സംസാരിച്ചത്. അതിന് മറുപടി തരികയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ, ഞാൻ ഇന്ന് എഴുതിയ ആ പോസ്റ്റിൽ എഴുതിയ ഒരു സാധനം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഏറ്റവും നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയുക, കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി മേഘാ മാധവൻ നമ്മുടെ പ്രതിനിധിയുണ്ട്, കൈരളി ന്യൂസ് പ്രതിനിധി മേഘാ മാധവൻ. അതായത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഒന്ന്, രാഹുൽ മാങ്കൂട്ടം റിവീൽഡ് ആണ്. രാഹുൽ മാങ്കൂട്ടം എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ എല്ലാ രീതികളും നമുക്ക് മനസ്സിലായി. അത് സഹപ്രവർത്തകയോട് പോലും പെരുമാറി എന്നതും കൂടുതൽ വ്യക്തമാകുന്നു. ഇതിൽ ഏറ്റവും ഗൗരവമായ വശം, അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ഇന്നത്തെ MP ഷാഫി പറമ്പിലിനോട് ഈ വിവരങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? അജിംഷാദ്, തീർച്ചയായും ഗുരുതരമായ ആരോപണമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ ഷാഫി പറമ്പിലിനെതിരെയും ഷഹനാസ് ഉന്നയിക്കുന്നത്. ഷഹനാസ് എന്നത് കോൺഗ്രസ്, അതായത് KPCCയുടെ സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറിയാണ്, എഴുത്തുകാരിയാണ്, സാംസ്കാരിക പ്രവർത്തകയാണ്. വളരെ ഗുരുതരമായ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായിരുന്നു എന്ന് കൃത്യമായ ധാരണ ഷാഫി പറമ്പിലിന് ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഷഹനാസിന്റെ ആരോപണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ബൈറ്റിൽ തന്നെ നമ്മൾ കേട്ടതാണ്. ഈ കർഷക സമരത്തിന് യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയൊക്കെ തന്നെയും ഷഹനാസ് പോകുന്നു. ആ സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു. ആ ചോദ്യം ഉൾപ്പെടെ അത് കൃത്യമായി തന്നെ ഈ ഷഹനാസ് വ്യക്തമാക്കുന്നുണ്ട്. ഒരുമിച്ച് പോകുന്ന കാര്യമല്ല, നമ്മൾ രണ്ടുപേരും പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്, കർഷക സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടുപേരും പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് താൻ ചോദിച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അതിനുള്ള മറുപടി താൻ നൽകിയിട്ടുണ്ട് എന്ന് കൂടി ഈ ഷഹനാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ, അതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം. ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഷാഫി പറമ്പിലിനോട് പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആക്കുന്നതിന് മുൻപേ തന്നെ ഈ ഷാഫി പറമ്പിലിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഷാഫി അതിന് കൃത്യമായി മറുപടി നൽകിയില്ല. അതൊരു പരിഹാസത്തോടു കൂടിയാണ് ഷാഫി നേരിട്ടത്. അതിന്റെ കൃത്യമായ തെളിവ് തന്റെ പക്കലുണ്ട് എന്നതാണ് ഈ ഷഹനാസ് പറയുന്നത്. നിങ്ങൾ ഷാഫിയോട് ചോദിക്കണം. ഷാഫി അത് നിഷേധിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് താൻ അപ്പോൾ പുറത്തുവിടാം എന്ന് കൂടി ഷഹനാസ് പറഞ്ഞു വെക്കുന്നു. അതാണ് നേരത്തെ അവർ ഇട്ട ഫേസ്ബുക്കിലും ഇപ്പോൾ നമ്മളോട് അവർ നൽകിയ വാക്കുകളിലും ഏറ്റവും വ്യക്തമാക്കുന്ന അതാണ്. ഇത് ഷാഫി നിഷേധിച്ചാൽ ഇതിന്റെ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറയുന്നു. MA ഷഹനാസ് അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അല്ലേ മേഘ? അതായത്
അവരുടെ പക്കൽ കൃത്യമായ തെളിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഷാഫി ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടല്ലോ. ഷാഫിയോട് നിങ്ങൾ ചോദിച്ചു, ഏതെങ്കിലും കാരണവശാൽ ഷാഫി അക്കാര്യം നിഷേധിക്കുകയാണെങ്കിൽ താൻ അതിന്റെ തെളിവ് പുറത്തുവിടും എന്നാണ്. അതൊരു വെല്ലുവിളി തന്നെയാണ്. അതായത് കൃത്യമായി ഷാഫിയോട് പറഞ്ഞിട്ടുണ്ട്. ഷാഫിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ഷഹനാസിന്റെ മറുപടികളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ ഒരുപാട് സ്ത്രീകളോട്, അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തക ആളുകളായ സ്ത്രീകളോട് ഉൾപ്പെടെ രാഹുൽ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെയും ഷാഫി പറമ്പിലിനെ അറിയിച്ചിരുന്നു. സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രാഹുലിനെ അധ്യക്ഷനാക്കരുത്, ആ സമയം മുതൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കരുത് എന്ന് താൻ ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് കൃത്യമായ മറുപടി ഷാഫി നൽകിയില്ല. ഇല്ല എന്ന് ഷാഫി പറയട്ടെ എന്ന് കൂടി ഒരിക്കൽ കൂടി ഷഹനാസ് പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഗുരുതരമായ പരാതികൾ, ഈ പരാതി മാത്രമല്ല രാഹുലിനെതിരെ നിരവധി പരാതികൾ ഷാഫിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഷഹനാസ് പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ദുഷ്ചെയ്തികൾ, അധാർമിക പ്രവൃത്തികൾ, സ്ത്രീ പീഡന പ്രവൃത്തികളൊക്കെ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനും അറിയാമായിരുന്നു. അപ്പോൾ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ കൂടി ഈ ഘട്ടത്തിൽ പ്രതിക്കൂട്ടിലേക്ക് എത്തുകയാണ്. അതിനുള്ള തെളിവാണ് ഇത് പറയുന്നത്. വഴിയെ പോകുന്ന ആരുമല്ല, ഇത് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് യൂത്ത് കോൺഗ്രസിന്റെ, അല്ലേ മേഘ? മേഘ ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടിട്ട് തിരിച്ചെത്താം. മേഘ ഒരിക്കൽ കൂടി തിരിച്ചെത്താം, ദയവായി തുടരൂ. ഷഹനാസ്, എം എ ഷഹനാസിന്റെ വാക്കുകളിലേക്ക്. ആളുകൾ പോകും. ഒരുപാട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള, കോൺഗ്രസിലടക്കമുള്ള, മഹിളാ കോൺഗ്രസിലടക്കമുള്ള സ്ത്രീകൾക്ക് വ്യക്തമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി. ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ MLA അന്ന് ഞാൻ സംസാരിച്ചത്. അതിന് മറുപടി തരികയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ, ഞാൻ ഇന്ന് എഴുതിയ ആ പോസ്റ്റിൽ എഴുതിയ ഒരു സാധനം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഏറ്റവും നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയുക, കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രീനിധി ഇപ്പോൾ എം എ ഷഹനാസ് പറഞ്ഞത്. മേഘ തന്നെ തുടരുകയാണ്. മേഘ, കർഷക സമരം പോലെയുള്ള വളരെ സീരിയസ് ആയ മാറ്ററിലേക്ക് പോകണമെന്ന് സഹപ്രവർത്തകയായ സംസ്ഥാന കമ്മിറ്റി അംഗമായ എം എ ഷഹനാസ് പറയുമ്പോൾ അതല്ല, ഒറ്റയ്ക്ക് റൂമിൽ പോകുന്ന കാര്യമാണെന്ന് തിരിച്ച് മെസ്സേജ് മോശമായി അയക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ട് ഷാഫി പറമ്പിൽ പ്രതികരിച്ചില്ല, ഇടപെട്ടില്ല, അല്ലേ? അപ്പോൾ മുൻകാലങ്ങളിൽ വി ഡി സതീശനും ഷാഫി പറമ്പിലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനായി പരസ്യമായി രംഗത്ത് വന്ന എല്ലാ വാദങ്ങളും പൊളിഞ്ഞു വീഴുകയാണ്. മേഘ, അജിംഷാദ്, ഏത് തരം മാനസിക നിലയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നുപോയത് എന്നത് വ്യക്തമാണ്. കാരണം ഈ ദില്ലിയിൽ, ഷഹനാസ് പറഞ്ഞു വെക്കുന്നുണ്ട്, ദില്ലിയിൽ കർഷക സമരത്തിൽ പങ്കെടുത്ത് വന്നതിന് പിന്നാലെയാണ് രാഹുലിന്റെ മെസ്സേജ് വരുന്നത്. അപ്പോൾ ഒരുമിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് പോകുന്നതിന്റെ കാര്യമാണ് രാഹുൽ ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്ന് കരുതിയപ്പോഴാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന കാര്യം എന്ന് ഈ രാഹുൽ മെസ്സേജ് അയക്കുന്നത്. അതിന് കൃത്യമായ മറുപടി ആ സമയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഷാഫി പറമ്പിലിന്റെ നിർബന്ധ പ്രകാരം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ആക്കിയത് എന്നതാണ്. അതായത് ഇത്തരം പരാതികളൊക്കെ തന്നെയും മുൻപിൽ ഉണ്ടായിട്ട് പോലും ഷാഫിയാണ് രാഹുലിനെ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് എന്ന് കൂടി ഷഹനാസ് പറഞ്ഞു വെക്കുന്നു. ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചത് JS അഖിലിനെ ആയിരുന്നു. എന്നാൽ ഷാഫിയുടെ തീരുമാന പ്രകാരമാണ്, ആ ഷാഫിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ തള്ളിയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ, അതായത് ഇത്രയധികം പരാതികളുള്ള, സ്ത്രീകൾ ഉൾപ്പെടെ പരാതികൾ പറഞ്ഞ ഒരു വ്യക്തിയെ ഷാഫിയുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആക്കിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഷഹനാസ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഗുരുതരമായ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഷാഫിക്കെതിരെയും ഉന്നയിക്കുന്നു ഷഹനാസ്.